അങ്ങനെ പുതിയൊരു യാത്രാവിശേഷം കണ്ടാലോ. കഴിഞ്ഞ തവണ നമ്മുടെ എക്സ്പാക്സ് ടീം മാബേദൂല് പോയി കളിച്ച് വോളിബോൾ കളിച്ച് തോറ്റതിൻ്റെ ക്ഷീണം മാറ്റാൻ ഇത്തവണ മുണ്ടൂൽ പോയി കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സും നേഴ്സുമാരും നമ്മുടെ ഐലൻഡിൽ നിന്നും മാബേദൂലുള്ള ടീച്ചേഴ്സും നേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ മുണ്ടൂലേക്ക് പോകാൻ റെഡിയായിരിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പോക്കോളാം. കാറിലും ഓട്ടോയിലും ഒന്നല്ല നമ്മൾ പോകുന്നത്, സ്പീഡ് ലോഞ്ചിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകാനായിട്ട് നമുക്ക് സ്പീഡ് ലോഞ്ച്, ഡിങ്കി അല്ലെങ്കിൽ സാധാരണ ലോക്കൽ ഫെറിയിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ആസിഫ് മോന്റെ ആദ്യമേ കയറിയിരുന്നുണ്ട്, ഉമ്മി കയറി വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബാക്കിൽ പോയി സീറ്റ് പിടിച്ചു. നാട്ടിലാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കാനല്ലേ നോക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ്. കാരണം ബാക്കിലിരുന്ന വലിയ കുലുക്കവും ചാട്ടവും ഒന്നും അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും കയറിയപ്പോൾ ചോദിക്കുകയാണ്, ബാക്കിലെ സീറ്റൊക്കെ തീർന്നോന്ന്. സാമുൽ സാർ ഫ്രണ്ടിലാണ് സീറ്റ് പിടിച്ചു, കാരണം ഷിയാസ്കയും വന്ന് പുറകിലിരിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാവരും കൂടി യാത്രയൊക്കെ തുടങ്ങി. ഇനി മാബേദു ചെന്ന് പ്രശാന്ത് സാറ്, അഖില, ഋഷി, ശങ്കർ ഇവരെല്ലാം കൂട്ടിയിട്ട് വേണം നമുക്ക് മുണ്ടൂലേക്ക് പോകാൻ. മാബേദുയുടെ തൊട്ടടുത്ത ഐലൻഡാണ് മുണ്ടു. മാബേദു ചെന്നപ്പം സൺസെറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ പിന്നെ ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ നമ്മൾ മുണ്ടൂലെത്തി. അവിടെ നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് കുറേ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് മുണ്ടു വന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സൈൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ 2 ടീച്ചേഴ്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ 2 പേരുടെ മക്കളും ഉണ്ട് അവിടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം ഐലൻഡിലൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഫോട്ടോസിൻ്റെ റാണിമാരുണ്ടല്ലോ നമ്മുടെ കൂടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് ബബ്ലു ബേബിയുടെ വീട്ടിൽ പോയി. ചായ കുടിച്ചതിന് ശേഷം നമ്മളിത് ഫുട്സൽ ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവർ വാമപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐഷക്കുട്ടി ആസിക്കുട്ടിനും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോൾ എടുത്തുകൊണ്ട് തൊട്ടടുത്ത് കുറച്ച് കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ മാറി നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ആവേശത്തിൽ തന്നെ ആയിരുന്നു ഗെയിമൊക്കെ തുടങ്ങിയത്. ഫസ്റ്റ് സെറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. സെക്കൻഡ് സെറ്റ് കയ്യിൽ നിന്ന് പോയപ്പോൾ ഒരു ടെൻഷനായി, ഈ തവണയും പോകുമോ എന്നറിയാത്തൊരു ടെൻഷൻ. എന്തായാലും ബബ്ലു ബേബി വന്നപ്പോൾ ആസിക്കുട്ടിന് കുറച്ച് നേരം കൂടി നിന്ന് അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ നല്ല വാശിയേറിയ ഗെയിമൊക്കെ ആയിരുന്നു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയായിരുന്നാലും നമ്മൾ ജയിച്ചു. എക്സ്പാക്സ് ടീം കളി ജയിച്ചു. മുണ്ടു പോയി തോറ്റെന്ന് വന്നില്ല, കളി ജയിച്ചു. അങ്ങനെ കളി ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അജുവും സൈനും കൂടി നിന്ന് നല്ല തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വീഡിയോ എടുത്തോ എന്ന് പറയുമായിരുന്നു. 2 പേരും ഏതാണ്ട് കൊച്ചു പിള്ളേർ കളി ജയിച്ച കണക്കായിരുന്നു. സന്തോഷമൊക്കെ കണ്ടാൽ എന്തായാലും അവരുടെ സന്തോഷം കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ ടീമിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സൈൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ ഐലൻഡിലേക്ക് തിരിച്ചു പോന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ.